Adaptive resonance തിയറിൻ്റെ കണ്ടിന്യൂഷൻ ആണ് അഡാപ്റ്റീവ് റെസൊണൻസ് തിയറി 1 ART1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ART1 നെറ്റ്വർക്ക് ഈസ് ഡിസൈൻഡ് ഫോർ ബൈനറി ഇൻപുട്ട് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 അല്ലെങ്കിൽ ഹൈ ലോ എന്ന് പറയുന്ന ഒരു ലെവലായിരിക്കും ഇൻപുട്ട് വെക്ടേഴ്സിന് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും പാറ്റേൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ബൈനറി പാറ്റേൺ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. The ART1 net consists of two field of unit input. അപ്പോൾ ഇൻപുട്ടിൻ്റെ F1 യൂണിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് F2 യൂണിറ്റ് ഉണ്ടാവും. നേരത്തെ നമ്മൾ പറയുന്ന സമയത്ത് 3 യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺട്രോൾ യൂണിറ്റ്, ക്ലസ്റ്ററിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ ഇൻപുട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ART1 net consists of two field of unit input. അത് F1 യൂണിറ്റും അതുപോലെ തന്നെ ഔട്ട്പുട്ട് F2 യൂണിറ്റും ആണ്. Along with reset control unit for controlling the degree of similarity of patterns placed on the സെയിം ക്ലസ്റ്റർ യൂണിറ്റ്. അതിൻ്റെ കൂടെ തന്നെ റീസെറ്റ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലസ്റ്ററിലേക്ക് ഒരു പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഗ്രി ഓഫ് സിമിലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റീസെറ്റ് കൺട്രോൾ യൂണിറ്റ്. There exists two set of weighted interconnection path between F1 and F2 layers. അപ്പോൾ രണ്ട് വെയ്റ്റഡ് ഇൻ്റർകണക്ഷൻ പാത്താണുള്ളത് F1 ആൻഡ് F2 ലെയേഴ്സിൻ്റെ ഇടയ്ക്ക്. ഇൻ ART നെറ്റ്വർക്ക് ഇൻപുട്ട് പാറ്റേൺസ് ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ എനി ഓർഡർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് പാറ്റേൺസ് ഏത് ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് 1 2 3 എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ സപ്ലൈ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ART നെറ്റ്വർക്ക് മെയിനായിട്ട് 2 യൂണിറ്റ്സ് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സപ്ലിമെൻ്റൽ യൂണിറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടേഷണൽ യൂണിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻപുട്ട് യൂണിറ്റ്, അതായത് F1 യൂണിറ്റ്, ബോത്ത് ഇൻപുട്ട് പോർഷൻ ആൻഡ് ഇൻ്റർഫേസ് പോർഷൻ അതിൻ്റെ അകത്താണ് വരുന്നത്. രണ്ടാമത്തെ F2 യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അതിൻ്റെ അകത്താണ് ക്ലസ്റ്റർ യൂണിറ്റ്, ഏത് ക്ലസ്റ്ററിലേക്കാണെന്നുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ റീസെറ്റ് കൺട്രോൾ യൂണിറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ഡിഗ്രി ഓഫ് സിമിലാരിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കമ്പ്യൂട്ടേഷണൽ യൂണിറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ സപ്ലിമെൻ്റൽ യൂണിറ്റ് ഉണ്ട്. സപ്ലിമെൻ്റൽ യൂണിറ്റ് വേറെ തന്നെ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. In ART network input pattern can be presented in any order. അതാണ് നമ്മൾ പറഞ്ഞത്. Practically ART1 network can be implemented by analog circuits governing differential equations. അപ്പോൾ നമ്മൾ ART നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അനലോഗ് സർക്യൂട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ART1 നെറ്റ്വർക്ക് റൺസ് ഓട്ടോണോമസ്ലി. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി external control signal and can run stably with infinite patterns of input data. അതായത് നമുക്ക് അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു കൺട്രോൾ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇൻപുട്ട് പാറ്റേൺ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ART നെറ്റ്വർക്ക് റൺ ചെയ്യുന്നതായിരിക്കും. ART1 network is trained using fast learning method. This network performs well with perfect binary input patterns, but it is sensitive to noise. അതായത് നമുക്ക് ബൈനറി ഡാറ്റേൻ്റെ കേസിൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇപ്പോൾ ബൈനറി 0101 എന്ന് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു 01 ആയിട്ട് മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നോയ്സ് ഉണ്ടാവും, അതായത് എറേഴ്സ് ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതിന് പ്രോബ്ലം ഉണ്ടാവും. അല്ലെങ്കിൽ ബൈനറി ഡാറ്റ വെച്ചിട്ട് നല്ല കറക്റ്റായിട്ട് ഇത് റൺ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ART1ൻ്റെ ആർക്കിടെക്ചർ ആണ് പറയുന്നത്. ആർക്കിടെക്ചറിൻ്റെ അകത്ത് ഉള്ള 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് അതുപോലെ തന്നെ സപ്ലിമെൻ്റൽ യൂണിറ്റ്. അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടേഷണൽ യൂണിറ്റിൻ്റെ അകത്ത് വരുന്നതാണ് ഇൻപുട്ട് യൂണിറ്റ്, F1 യൂണിറ്റ്, ബോത്ത് ഇൻപുട്ട് പോർഷൻ ആൻഡ് ഇൻ്റർഫേസ് പോർഷൻ. Then cluster unit, F2 unit output unit ആണ്. Then reset control unit controls degree of similarity of patterns placed on the same cluster. ഇനി ഇതിൻ്റെ ആർക്കിടെക്ചർ ഡയഗ്രം ആണ്. ഇതാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കുക. ഇതിൻ്റെ അകത്ത് S1 SI എക്സെട്ര SN വരെയുള്ള ഇൻപുട്ട് വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇൻപുട്ട് പോർഷൻ ആണ്. അപ്പോൾ S1 SI എക്സെട്ര SN വരെയുള്ള ഇൻപുട്ട് വാല്യൂസ് ഉണ്ട്. അതിൻ്റെ അകത്ത് F1 ഓഫ് A എന്ന് പറയുന്നത്, അതായത് ഇൻപുട്ട് ലെയറിൻ്റെ ആണ്, ഇൻപുട്ട് ലെയർ പോർഷനാണിത്. F1 ഓഫ് A എന്ന് പറയുന്ന ഇൻപുട്ട് ലെയറിൻ്റെ
പോർഷനാണിത്. അതിൻ്റെ അകത്ത് S1, SI, SN എന്ന് പറയുന്ന ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിൻ്റെ ആക്സെപ്റ്റ് ചെയ്യുന്ന നോഡ്സ് ആണുള്ളത്. ദെൻ F1 ഓഫ് ബി എന്ന് പറയുന്നത്, അതായത് ഇൻ്റർഫേസ് പോർഷനാണ് F1 ഓഫ് ബി എന്ന് പറയുന്നത്. അപ്പോൾ F1 ഓഫ് ബീൻ്റെ അകത്ത് ഇൻ്റർഫേസ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ അകത്തേക്കാണ് നിങ്ങൾ X1, XI, എക്സെട്ര XN വരെയുള്ള ഈ നിങ്ങൾ കൊടുക്കുന്നതിന് ഇൻപുട്ട് വാല്യൂസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ നിങ്ങളെ ക്ലസ്റ്റർ ലെയർ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് Y1, YJ, എക്സെട്ര YM വരെയുള്ളതാണ് ക്ലസ്റ്റർ ലെയർ ആയിട്ട് വരുന്നത്. ഈ Y1, YJ, എക്സെട്ര YM വരെയുള്ള ലെയേഴ്സ്. അതുപോലെ തന്നെ ഇവിടെ റീസെറ്റ് കൺട്രോൾ യൂണിറ്റ്, നിങ്ങൾ ഡിഗ്രി ഓഫ് സിമിലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റീസെറ്റ് കൺട്രോൾ യൂണിറ്റ്. ഇതാണ് നിങ്ങളുടെ ഏത് ക്ലസ്റ്ററിലേക്ക് സിമിലർ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ റീസെറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ്. അതുപോലെ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വെയിറ്റ് വാല്യൂസ് നോക്കുക. വെയിറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് വെയിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പ് ഡൗൺ വെയിറ്റും ഉണ്ട്. 2 വെയിറ്റാണ് വരുന്നത്. അപ്പോൾ XI യൂണിറ്റ് F1 ഓഫ് ബി ലെയറിൻ്റെത് നിങ്ങളുടെ F2 ലെയറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ XI എന്ന് പറയുന്ന വാല്യൂ അതുപോലെ തന്നെ YJ എന്ന് പറയുന്ന വാല്യൂയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് BIJ എന്ന് പറയുന്നത് ബോട്ടം അപ്പ് ആയിട്ടുള്ള വെയിറ്റ് വാല്യൂ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ YJ യൂണിറ്റ് F2 കണക്റ്റഡ് ടു XI യൂണിറ്റ് ഓഫ് F1 ലെയർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ TJI എന്ന് പറയുന്ന വാല്യൂ, റിവേഴ്സ് കൊടുത്തിരിക്കുന്നത് TJI എന്ന് പറയുന്ന വാല്യൂ ആണ്. അത് ടോപ്പ് ഡൗൺ വെയിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. This ART1 includes bottom-up competitive learning system combined through top-down outstar learning system. രണ്ടും കൂടി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ് ആണ് സപ്ലിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സപ്ലിമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ളത് റീസെറ്റ് യൂണിറ്റും 2 ഗെയിൻ കൺട്രോൾ യൂണിറ്റ്, അതായത് ഇതാണ് 2 സപ്ലിമെൻ്ററി യൂണിറ്റ് ആയിട്ട് 2 ഗെയിൻ കൺട്രോൾ യൂണിറ്റ് അലോങ് വിത്ത് 1 റീസെറ്റ് യൂണിറ്റ്. ഇതാണ് സപ്ലിമെൻ്റൽ യൂണിറ്റിൻ്റെ അകത്ത് ഉള്ളത്. ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ഈ പ്ലസ് കാണിച്ചിരിക്കുന്നത് എക്സൈറ്റേറ്ററി സിഗ്നൽസിനെ കാണിക്കാൻ വേണ്ടിയിട്ടും മൈനസ് കാണിക്കുന്നത് ഇൻഹിബിറ്ററി സിഗ്നൽസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള പ്ലസും എക്സൈറ്റേറ്ററിയും അതുപോലെ തന്നെ ഇൻഹിബിറ്ററി സിഗ്നൽസിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇവിടെ F2 ലെയർ ക്ലസ്റ്റർ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ F1B ലെയർ ഇൻ്റർഫേസ് പോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ F1A ലെയർ ഇൻപുട്ട് പോർഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് F1B ലെയറും F2 ലെയറും തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ്റെ അകത്ത് വെയിറ്റഡ് ആണ്. അത് BIJ, TJI എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷനാണ് റീസെറ്റ് യൂണിറ്റും 2 ഗെയിൻ കൺട്രോൾ യൂണിറ്റും വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോ ചാർട്ട് അൽഗോരിതത്തിലൊക്കെ യൂസ് ചെയ്യുന്ന സം ടേംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോമ്പണൻറ്റ്സ് ഇൻ എ ട്രെയിനിങ് ഇൻപുട്ട് വെക്റ്റർ. അതായത് നമ്മൾ S1, S2, എക്സെട്ര SN വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ SN എന്ന് പറയുന്ന ആ N റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കോമ്പണൻറ്റ്സ് ഇൻ ട്രെയിനിങ് ഇൻപുട്ട് വെക്റ്റർ ആണ്. ദെൻ M എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ക്ലസ്റ്റർ യൂണിറ്റ്സ്, അതായത് Y1, Y2, എക്സെട്ര YM വരെയുള്ള ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് M വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ വിജിലൻസ് പാരാമീറ്റർ ആണ് P എന്ന് പറയുന്നത്. അത് 0 to 1 വരെയുള്ള വാല്യൂസ് ആണ് വിജിലൻസ് പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വിജിലൻസ് പാരാമീറ്റർ ആണ് ഡിഗ്രി ഓഫ് സിമിലാരിറ്റി. നമ്മളൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിനെ ഒരു ക്ലസ്റ്ററിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ഓഫ് സിമിലാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ വിജിലൻസ് പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു സെയിം ക്ലസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വിജിലൻസ് പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ദെൻ BIJ നമുക്കറിയാം ബോട്ടം അപ്പ് വെയിറ്റ് ആണ്. അത് XIന്ന് F1 ഓഫ് ബി ലെയറിലേക്ക്, അതായത് XI എന്ന് പറയുന്നതിൻ്റെ അകത്ത് നിന്ന് YJയിലേക്കുള്ള വെയിറ്റ് ആണ് ഈ BIJ എന്ന് പറയുന്നത്. അതുപോലെ TJI എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ വെയിറ്റ് ആണ്. അപ്പോൾ ടോപ്പ് ഡൗൺ വെയിറ്റ് എന്ന് പറയുന്നത് YJ എന്ന് XI ലെയറിലേക്ക് യൂസ് ചെയ്യുന്ന വെയിറ്റ് ആണ് TJI എന്ന് പറയുന്നത്. S എന്ന് പറയുന്നത് ബൈനറി ഇൻപുട്ട് വെക്ടർ ആണ്. S1, S2, എക്സെട്ര SN വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ X എന്ന് പറയുന്നത് ആക്ടിവേഷൻ വെക്ടർ ഫോർ F1 ഓഫ് ബി ലെയർ ആണ്. ദെൻ ഈ മോഡ് X എന്നുള്ള ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നോ ഓഫ് വെക്ടർ X ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് കോമ്പണൻറ്റ്സ് XI. അപ്പോൾ XI എന്ന് പറയുന്നത് 1 to എക്സെട്ര N വരെയുള്ള അതിൻ്റെ സം ഓഫ് കോമ്പണൻറ്റ്സ് ആണ് മോഡ് X എന്നുള്ളത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അൽഗോരിതം നോക്കാം.
അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എപ്പോഴും സ്റ്റെപ്പ് 0 ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൽഫയാണ്, ഇത് എ അല്ല ആൽഫയാണ്. ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വിജിലൻസ് പാരാമീറ്റർ ഉണ്ട്, അത് 0 ലെസ് ദാൻ റോ ആണ്, ഇത് പി അല്ല, റോ വാല്യൂ ആണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തപ്പോഴും അത് പി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്നത് റോ വാല്യൂ ആയിട്ടാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റിൽ പി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനീഷ്യലൈസ് ദ വെയിറ്റ് ആണ്. ദെൻ വെയിറ്റ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ജെ ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ബൈ ആൽഫ മൈനസ് 1 പ്ലസ് എൻ ആണ്. അപ്പോൾ ഈ ആൽഫ മൈനസ് 1 പ്ലസ് 1 എന്നുള്ളത് 1 പ്ലസ് എൻ ഉള്ളത് ഡിനോമിനേറ്ററിൽ വരുന്നതാണ്, മുകളിൽ ആൽഫ മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ടി ഐ ജെ ഓഫ് 0 എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇനീഷ്യലൈസേഷൻ്റെ അകത്ത് വരുന്നത്. ദെൻ സ്റ്റെപ്പ് 1ൻ്റെ അകത്ത് പെർഫോം സ്റ്റെപ്പ് 2 to 13 സ്റ്റോപ്പിംഗ് കണ്ടീഷൻ വരുന്നത് വരെ 2 to 13 വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2ൻ്റെ അകത്ത് വരുന്നത് 3 to 12 വരെയുള്ള ഓരോ ട്രെയിനിങ് ഇൻപുട്ടിനും 3 to 12 വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ആക്ടിവേഷൻ ഓഫ് ഓൾ F2 യൂണിറ്റ് ടു 0, അതായത് എല്ലാ F2 യൂണിറ്റിൻ്റെ അകത്ത് ഔട്ട്പുട്ട് യൂണിറ്റ് എല്ലാ ക്ലസ്റ്റർ യൂണിറ്റും 0 ആയിട്ട് ആക്ടിവേഷൻ 0 ആയിട്ട് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. സെറ്റ് ദ ആക്ടിവേഷൻ ഓഫ് F1 ഓഫ് എ യൂണിറ്റ് ടു ഇൻപുട്ട് വെക്ടേഴ്സ്. ഇൻപുട്ട് വെക്ടേഴ്സിൻ്റെ അകത്ത് അതായത് S1 S2 എക്സെട്ര S1 ഏരിയയുള്ള ഇൻപുട്ട് വാല്യൂസ് ആണുള്ളത്, അത് F1ൻ്റെ ആക്ടിവേഷൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ കാൽക്കുലേറ്റ് നോം ഓഫ് എസ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് നോം ഓഫ് എസ് ആണ്. അപ്പോൾ എസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ് നമുക്ക് തന്നിട്ടുണ്ട്. നോം ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് സം ഓഫ് ഓൾ എക്സ് ഐ വാല്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ നോം ഓഫ് എസ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ എസ് ഐ വാല്യൂസ്, എല്ലാ എസ് ഐ ഇൻപുട്ട് വാല്യൂസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 5ൻ്റെ അകത്ത് സെൻഡ് ഇൻപുട്ട് സിഗ്നൽ ഫ്രം F1 ഓഫ് എ ലെയർ ടു F2 ഓഫ് ബി ലെയർ, അതായത് നിങ്ങളെ ഇൻപുട്ട് ലെയറിന് ക്ലസ്റ്റർ ലെയറിലേക്ക് സെൻഡ് ചെയ്യാനാണ് പറയുന്നത്. എക്സ് ഐ ഈക്വൽ ടു എസ് ഐ, നിങ്ങൾ ഓരോ എക്സ് ഐ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ പാസ് ചെയ്യുന്ന എസ് ഐ വാല്യൂ ആയിരിക്കും. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർ ഈച്ച് F2 നോഡ് ദാറ്റ് ഈസ് നോട്ട് ഇൻഹിബിറ്റഡ് ദ ഫോളോയിങ് റൂൾ ഷുഡ് ബി ഹോൾഡ്. ഓരോ റൂൾസ് കൊടുത്തിട്ടുണ്ട്, അത് ഹോൾഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇഫ് വൈ ജെ നോട്ട് ഈക്വൽ ടു -1, വൈ ജെ -1 ഈക്വൽ അല്ല എങ്കിൽ ദെൻ വൈ ജെ ഈക്വൽ ടു സിഗ്മ ബി ഐ ജെ ഇൻറ്റു എക്സ് ഐ, അത് ഓരോ ബി ഐ ജെ വാല്യൂ എക്സ് ഐ വാല്യൂം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് വൈ ജെയിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെപ്പ് 7ൻ്റെ അത് പെർഫോം സ്റ്റെപ്പ് 8 to 11 വെൻ റീസെറ്റ് ഈസ് ട്രൂ. 8 to 11 വരെയുള്ളത് റീസെറ്റ് കണ്ടീഷൻ ട്രൂ ആകുന്നത് വരെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ജെ ഫോർ വൈ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ജെ. ഇത് വൈ ജെ വേറെ വൈ ജെ ആണ്, നിങ്ങൾ ഈ വൈ ജെ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്ററിൻ്റെ വൈ ജെ വാല്യൂ ആണ്. വൈ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ജെ ഫോർ ഓൾ നോട്ട്സ്. അപ്പോൾ എല്ലാ നോട്ട്സും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാക്സിമം നോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ജെ ഫോർ ഓൾ nodes. If yj equal to -1 then all the nodes are inhibited and this pattern cannot be clustered. അപ്പോൾ yj equal to -1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു എല്ലാ ക്ലസ്റ്ററും നോക്കിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഈ പാറ്റേൺ ഒരു ക്ലസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. റീകാൽക്കുലേറ്റ് ആക്ടിവേഷൻ ഓഫ് എക്സ് ഓഫ് F1 ഓഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു xi ഈക്വൽ ടു si ഇൻറ്റു tji. സ്റ്റെപ്പ് 10ൻ്റെ അത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ദ നോം ഓഫ് എക്സ്. എക്സിൻ്റെ നോം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്മ എക്സ് ഐ ചെയ്താൽ മതി. അതായത് നമ്മൾ ക്ലസ്റ്റർ ലെയറിൻ്റെ അകത്താണ്, സോറി നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻ്റർഫേസ് ലെയറിൻ്റെ അവിടെയാണ് എക്സ് ഐ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ സിഗ്മ എക്സ് ഐ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എസ് ഐൻ്റെ അകത്ത് നിന്ന് കൊടുക്കുന്ന വാല്യൂസ് ആണ്, അത് ചെയ്ത് കഴിഞ്ഞാൽ നോം ഓഫ് എക്സ് കിട്ടും നിങ്ങൾക്ക്. സ്റ്റെപ്പ് 11ൻ്റെ അകത്ത് ചെയ്യുന്നത് ടെസ്റ്റ് ഫോർ റീസെറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇഫ് ഈ നോം ഓഫ് എക്സ് ബൈ നോം ഓഫ് എസ് ലെസ് ദാൻ പി ആണെങ്കിൽ ദെൻ ഇൻഹിബിറ്റ് നോഡ് ജെ വൈ ജെ ഈക്വൽ ടു -1 ഗോ ടു സ്റ്റെപ്പ് 7 അഗൈൻ. അതായത് നമ്മൾ റീസെറ്റ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഈ കണ്ടീഷൻ ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 7ലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എൽസ് ഇഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ആണെങ്കിൽ ദെൻ പ്രൊസീഡ് ടു നെക്സ്റ്റ് പി. അതായത് നിങ്ങൾ വിജിലൻസ് പാരാമീറ്റർ ആണ്, ഡിഗ്രി ഓഫ് മാച്ച് ഒക്കർ ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഈ വീഡിയോയിൽ ഇടാൻ വേണ്ടി പറ്റില്ല, ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം.